സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചതോടെ സമരം ശക്തമാക്കാനാണ് KGM-CTA തീരുമാനം. അതേസമയം തന്നെ സത്യാഗ്രഹ സമരം 5-ാം ദിവസത്തിലേക്ക് കടക്കുന്നതോടുകൂടി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികളാണ് പ്രതിസന്ധിയിലാകുന്നത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്താണ് സമരം നടക്കുന്നത് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഡോക്ടർമാരുടെ സമരത്തിനോട് വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. സത്യാഗ്രഹ സമരം 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ തുടർച്ചയായ 2-ാം ദിവസവും ബഹിഷ്കരിച്ചുകൊണ്ട് സമരവുമായി മുന്നോട്ടു പോകാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഡോക്ടർമാർ. 13-ാം തീയതി തന്നെ ഞങ്ങൾ ഈ കാര്യം അറിയിച്ചു. 16-ാം തീയതി മുതൽ സമരം തുടങ്ങുകയാണെന്ന് അറിയാം. അപ്പോൾ ആ സമരം ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ലേ? അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് എന്താണ് കാര്യങ്ങളെന്നുള്ളത് സംസാരിക്കാമായിരുന്നു. അപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ മന്ത്രി അറിഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ അറിയാത്തത് പോലെ ഭാവിക്കുകയാണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. പൊതുജനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാവുന്നത്. നാളെ മുതൽ അക്കാഡമിക് ബോയ്ക്കോട്ടും OP ബോയ്ക്കോട്ടും നിരാഹാര സമരവും കണ്ടിന്യൂ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇലക്റ്റീവ് പ്രൊസീജിയേഴ്സ്, അതായത് നമ്മൾ മുൻകൂട്ടി തീയതി കൊടുത്തിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പോൾ അതൊന്നും നാളെ മുതൽ ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള സമരം ശക്തമാക്കിയതോടെ ദുരിതത്തിലായത് നിരവധി രോഗികളാണ്. 10,000-ലേറെ രോഗികൾ എത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലേക്ക് കടക്കുമ്പോൾ ചികിത്സ ലഭിക്കുവാൻ വൈകുന്ന സാഹചര്യവും നിലനിൽക്കുകയാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരോട് മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാട് സർക്കാർ തുടരുമ്പോൾ ഇരുട്ടടി ലഭിക്കുന്നത് രോഗികൾക്ക് കൂടിയാണ്. ശമ്പള പരിഷ്കരണത്തിലെ 57 മാസത്തെ കുടിശ്ശികയ്ക്ക് വേണ്ടിയാണ് ഡോക്ടർമാർ സമരം നടത്തുന്നത്. ആരോഗ്യവകുപ്പിലെ മറ്റ് ഡോക്ടർമാർക്കും സർക്കാർ ജീവനക്കാർക്കും കുടിശ്ശിക നൽകുമ്പോൾ ഒരു വിഭാഗം ഡോക്ടർമാരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് KGM-CTA സത്യാഗ്രഹ സമരം. ജനം, തിരുവനന്തപുരം.